ദിലീപ്, ഗുഡ് മോർണിംഗ്. ദിലീപ്, ശരിക്കും നമുക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത നമുക്കറിയാം. ആ കുട്ടിയുടെ കഴിഞ്ഞ 2 ദിവസമായി ഈ കുട്ടിയുടെ അവസ്ഥ വളരെ വളരെ മോശമായിരുന്നു. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള തൂക്കുപാലത്തിലൂടെ ആടി ഉലഞ്ഞവൻ്റെ ജീവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവസാനം അവൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഒരുപക്ഷേ മനുഷ്യ മനസാക്ഷി മരവിച്ചു പോകുന്ന രീതിയിൽ കുട്ടികൾ ചെയ്ത ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് താമരശ്ശേരിയിൽ നടന്നത്. SKN കൗമാര കേരളത്തിന് ഇതെന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹം ഒന്നാകെ. ഇന്നലെ ഈ ഷഹബാസിൻ്റെ ദാരുണമായ വാർത്ത അറിഞ്ഞതു മുതൽ, ഷഹബാസിനെ ക്രൂരമായി ആക്രമിച്ച വാർത്ത അറിഞ്ഞതു മുതൽ തന്നെ കേരളം ഈ പ്രാർത്ഥനയിലായിരുന്നു, ഷഹബാസിനെ രക്ഷപ്പെടുത്തണമേ എന്നത്. പക്ഷേ ആ പ്രാർത്ഥനകളെല്ലാം വിഫലമായിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഷഹബാസ് വിട പറഞ്ഞിരിക്കുന്നു. സാധ്യമായ എല്ലാ ശ്രമങ്ങളും ഡോക്ടർമാർ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നടത്തിയിരുന്നു എന്ന കാര്യം നമുക്കറിയാം. പക്ഷേ കുട്ടിക്ക് വലിയ ക്ഷതം, തലയ്ക്ക് ക്ഷതമേറ്റ് ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. അപ്പോഴൊന്നും ആ വീട്ടുകാർ പോലും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. വീട്ടുകാർ അറിഞ്ഞത് ഏറെ വൈകിയാണ്. കുട്ടി ഛർദ്ദിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾക്ക് ചില സംശയങ്ങൾ തോന്നി. ഇനി സുഹൃത്തുക്കൾ ആരെങ്കിലും ലഹരി വസ്തുക്കൾ നൽകിയതാണോ, അതാണോ ഇനി ഈ ഛർദ്ദിക്കാൻ ഇടയാക്കിയത് എന്ന കാര്യത്തിലൊക്കെ സംശയം തോന്നിയാണ് രക്ഷിതാക്കൾ ആശുപത്രിയിൽ എത്തിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ താലൂക്ക് ആശുപത്രിയിലെ ഈ ചികിത്സയിൽ ആണ്, പരിശോധനയിലൊക്കെയാണ് ഗുരുതരമായ ക്ഷതം തലക്കേറ്റ് എന്ന കാര്യം കണ്ടെത്തിയത്. തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഷഹബാസിനെ മാറ്റിയത്. 70% ക്ഷതം തലയ്ക്ക് സംഭവിച്ചിരുന്നു. വളരെ ആസൂത്രിതമായി വിദ്യാർത്ഥികൾ നടത്തിയ ആക്രമണം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയേണ്ടി വരും. കാരണം ഈ ആക്രമണത്തിനു ശേഷവുമൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെയായി ഇവർ അയച്ച ശബ്ദ സന്ദേശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ശബ്ദ സന്ദേശത്തിലൊക്കെ പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ യാതൊരു കുഴപ്പവുമില്ല, ആക്രമണം നടത്തിയാൽ അത് ഒരാളെ ജീവൻ എടുക്കണം എന്ന് വിചാരിച്ചാൽ അത് ജീവൻ എടുക്കേണ്ടി വരും. മാത്രമല്ല, ഒരു സംഘടിതമായിട്ടുള്ള ഒരു കൂട്ടത്തല്ലാകുമ്പോൾ അതിൽ ശിക്ഷിക്കാനുള്ള വകുപ്പൊന്നുമില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നടന്നിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും വളരെ ഗുരുതരമായ സംഭവം തന്നെയാണ് ഈ കൗമാരക്കാർക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാനത്തെ പല വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള കൂട്ടത്തല്ലുകൾ, അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തും ഇത്തരം ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സംഘടിതമായ നിലയിലേക്കുള്ള ആക്രമണം, ക്രൂരമായ ആക്രമണം എന്ന നിലയിലേക്ക് അത് മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ സ്കൂൾ ജാഗ്രതാ സമിതികൾ, രക്ഷകർതൃ സമിതികൾ, അതോടൊപ്പം തന്നെ സ്റ്റുഡൻസ് പോലീസ് സംവിധാനമൊക്കെ ഇപ്പോൾ വിദ്യാലയങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ ഇക്കാര്യത്തിൽ വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട്. അധ്യാപകർക്കും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനും രക്ഷിതാക്കൾക്കും എല്ലാം വലിയ ഉത്തരവാദിത്വം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ക്യാമ്പസുകൾ, വിദ്യാലയങ്ങൾ ഒക്കെ മാറുന്നത് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഷഹബാസിൻ്റെ സംഭവം. ഓക്കെ, ദിലീപ് കുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ യഥാർത്ഥ ഏറ്റവും ഹീനമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. കുട്ടികളാണെങ്കിലും വളരെ ആസൂത്രിതമായി ഒരു കൊലപാതകം നടത്തിയാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുകൂടി ആസൂത്രണം ചെയ്തിട്ടാണ് ഈ ഷഹബാസിനെ ഹീനമായി ഇവർ കൊലപ്പെടുത്തിയിരിക്കുന്നത്.